നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം പരമശിവന്റെ ചിത്രമാകുന്നു. 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമഃ ശിവായ എന്നോ ഓം ക്രീം കാളി എന്നോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ചിത്രമായ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളിൽ ചില വ്യക്തികളെങ്കിലും ഈ സമയം വളരെയധികം ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്നവരാണ്. അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പലരിൽ നിന്നും നിങ്ങൾക്ക് അർഹമായ പല കാര്യങ്ങളും ലഭിക്കാതിരിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഒരുപാട് സ്നേഹമോ പരിഗണനയോ ലഭിക്കാത്തതിലുള്ള ഒറ്റപ്പെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. വലിയ രീതിയിൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. എന്നാൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവായ ചില കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോവുകയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. അപ്പോൾ തീർച്ചയായും ഇപ്പോഴുള്ള ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങളിൽ പല വ്യക്തികളും ഇപ്രകാരം നിങ്ങൾ പലരാലും ചുറ്റപ്പെട്ട് വിഷമതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഭാഗ്യം, ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ച് വരുന്നതായ സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭസൂചനകൾ, ശുഭവാർത്തകൾ നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതാണ്. ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന പല അവസരങ്ങളെയും നിങ്ങൾ വേണ്ട രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു വ്യക്തത കൈവരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് പല തെറ്റിദ്ധാരണകളും ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ ശരിയായിട്ടുള്ള ധാരണകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. മറ്റൊരു വ്യക്തിയുടെ നിയന്ത്രണത്തിൽ നിങ്ങൾ പലപ്പോഴും നിന്നു പോകുന്ന സാഹചര്യമുണ്ട്. അവരുടെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചാകാം നിങ്ങൾ ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നത്. നിങ്ങളിൽ പലരും അപ്രകാരം ചില പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. എന്നാൽ അവരെ എതിർത്തുകൊണ്ട് ഒരു സ്വാതന്ത്ര്യമല്ല, മറിച്ച് അവരുടെ അനുവാദത്തോടെ തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന് കാണുന്നു. പലപ്പോഴും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നറിയുവാനുള്ള അവസരങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട്, അത് വിവാഹമായാലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ, അവസരങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ മികച്ചത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട്. ശരിയായിട്ടുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതാണ്. ആ ഒരു തിരഞ്ഞെടുപ്പ് ഒരിക്കലും മോശമാകില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും സംഭവിക്കാം. അതേപോലെ തന്നെ ജീവിതത്തിൽ പല വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറി വന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. പല അവസരങ്ങളിലും മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നും എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന പല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും ഈശ്വരൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി
അമ്മ മഹാമായ നിങ്ങളെ കൈപ്പിടിച്ചുയർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് വാസ്തവം. ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ അമ്മയോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി, വിശ്വാസത്തിൻ്റെ ഫലമായി നിങ്ങളുടെ പരിശ്രമത്തിനെല്ലാം ഫലം ലഭിക്കുന്ന, പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. പല കാര്യങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഭാഗ്യവും ഈശ്വരാനുഗ്രഹമെല്ലാം നിങ്ങൾക്ക് വർദ്ധിച്ച് വരികയാണ്. നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന സന്ദേശം ലഭിക്കുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വന്നു ചേരണം എന്നും അമ്മയോട് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ചിത്രമായ ശിവചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളിൽ കുറേയധികം ആൾക്കാർക്കും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു എങ്കിൽ അത് മാറുന്നതായി കാണുവാനായി സാധിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് പല രീതിയിലും സന്തോഷങ്ങൾ കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നും കാണുന്നു. ഈ ഒരു സമയം നിങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ആഗ്രഹിച്ചാലും അത് നടക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും. എന്ത് കാര്യം നടക്കുവാൻ ശ്രമിച്ചാലും അത് നടക്കുന്ന സമയം ആഗതമാകുന്നു എന്ന് കാണുന്നു. നിങ്ങൾക്ക് മുൻപിലുള്ള തടസ്സങ്ങൾ ഈ സമയം മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം നടക്കാൻ തുടക്കം കുറിച്ചിരിക്കുന്നുവോ ആ കാര്യം നിങ്ങൾക്ക് നൽകുന്നതായി കാണുന്നു. ഭഗവാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ ചില കാര്യങ്ങളിൽ തുടക്കം കുറിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിനുള്ള ഒരു മനസ്സും ശക്തിയും നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. അതിനാൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ മാറുന്നതിനുള്ള പുതുവഴികളൊക്കെ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. പുതു സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും കാണുന്നു. നിങ്ങളുടെ അടുപ്പമുള്ള അല്ലെങ്കിൽ വിശ്വാസമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുകൂലമായി സംഭവിക്കാം. പല കാര്യങ്ങൾക്കും മുൻകൈ എടുത്തില്ല എങ്കിൽ പോലും പലരും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി കാണുവാനായി സാധിക്കുന്നു. ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത് എന്ന് പോലും കാണുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട്, വിവാഹം, അതേപോലെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ കൃത്യമായി പറയേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കുടുംബജീവിതം, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയേണ്ടതായ സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടാം എന്ന് കാണുന്നു. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കാണുന്നു. മുൻപ് പറഞ്ഞ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം. ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ, ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാനായി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് അത് ശരിയാക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അഭിപ്രായങ്ങൾ, തീരുമാനങ്ങൾ ഒക്കെ എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. ചില പ്രതിസന്ധികളിൽ കൂടി, ചില ആശങ്കകളിൽ കൂടി, ചില ദുഃഖങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. ചില കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സന്തോഷം വളരെ പെട്ടെന്ന് ഇല്ലാതാകാറുമുണ്ട്. പലപ്പോഴും സന്തോഷം നിലനിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. സന്തോഷം, സങ്കടമൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളിലേക്ക് പലപ്പോഴും കടന്നു വരുന്നത്. എന്നാൽ ഇപ്പോൾ മനസ്സിലുള്ള ദുഃഖം മാറാനായി ഈശ്വരനോട് മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് കാണുന്നു. വലിയൊരു സമാധാനം, സന്തോഷം അനുഭവിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം.
നിങ്ങളുടെ മുൻപുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വിലപ്പെട്ടത് എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും, ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നഷ്ടമായിട്ടുള്ള വ്യക്തികൾ കൂടിയാകാം നിങ്ങൾ. ഒട്ടും നഷ്ടബോധം ഇപ്പോഴും പലരും നിലനിൽക്കുന്നു എന്നതും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാതെ വളരെയധികം പ്രതീക്ഷയോടെ പോസിറ്റീവായി ഇരിക്കേണ്ട ഒരു സമയം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. എന്ത് വിചാരിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായി വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെ അർത്ഥമാക്കാം. അതേപോലെ തന്നെ നിങ്ങളിൽ പലരും ബുദ്ധിപൂർവം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം സപ്പോർട്ടും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ചുറ്റുമുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. സപ്പോർട്ട് ലഭിക്കുവാനുള്ള സാധ്യതകൾ പോലും കൂടുതലാണ്. പല കാര്യങ്ങളും ഉപേക്ഷിച്ചതായ കാര്യങ്ങൾ പോലും വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ അനുകൂല സാഹചര്യത്തിൽ വന്നു ചേരാം.